വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യു ഗൈസ്. നമ്മളിന്ന് ലുലുവിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫ്രൂട്ട് ബേയിൽ ഇപ്പോൾ മാംഗോ സീസണൊക്കെ അല്ലേ, അപ്പോൾ മാംഗോ ബേസ്ഡ് കുറേ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു മെനു തന്നെ കംപ്ലീറ്റ്ലി മാംഗോ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 2 ഐറ്റം ഓർഡർ ആക്കി. ഒരെണ്ണം വന്നിട്ട് മാംഗോ പൾപ്പും ഒരെണ്ണം വന്നിട്ട് മാംഗോ ഷേക്കും ആയിരുന്നു. ഇത് രണ്ടുമായിരുന്നു നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന ഐറ്റം. അതിലെനിക്ക് ഈ മാംഗോ ഷേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മേലുള്ള മാംഗോ ഫ്ലേവേർഡ് ഐസ്ക്രീം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ നല്ലോണം കഴിച്ചു. പക്ഷേ നമ്മൾ രണ്ടാമത് ഓർഡർ ആക്കിയ മാംഗോ പൾപ്പില്ലേ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇച്ചിരി പുളിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സാധനം ആയതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതൊക്കെ കുടിച്ച് നിങ്ങൾക്കൊരു ഫിറ്റ്സൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്ന് നീങ്ങിയപ്പോഴാണ് ഗൈസ്, ലുലു ബാക്ക് ടു സ്കൂൾ ഇസ് വീണ്ടും ബാക്ക്. സിൻസ് സ്കൂൾസ് ഒക്കെ ഒന്ന് റീ ഓപ്പൺ വെരി സൂൺ. അവരിതുപോലെ 50% ഓഫർ ആയാലും കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ കിറ്റ് പോലെ വരുന്ന ഐറ്റംസ് എല്ലാം അവർ വളരെ തുച്ഛമായ വിലയിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ലഞ്ച് ബാഗ് ആയാലും സ്കൂൾ ബാഗ്സ് ആയാലും എല്ലാത്തിലും നല്ല ഓഫർ ഇട്ടിട്ടാണ് കേട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എല്ലാം എടുത്ത് നോക്കിയായിരുന്നു. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ടിഫിൻ ബോക്സസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോട്ടിൽസ്, വാട്ടർ ബോട്ടിൽസ്, പല വെറൈറ്റി ഓഫ് വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. ബൈ ദ വേ, ഈ ഒരു സംഭവം മുഴുവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ലുലുവിൽ ഓൾമോസ്റ്റ് എൻട്രൻസിലായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഹൈപ്പറിൽ കയറിയപ്പോഴും അതിൻ്റെ ഉള്ളിലും ബാക്ക് ടു സ്കൂൾ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിലും കുറേ ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽസ്, അതുപോലെ തന്നെ കുറേ നോട്ട്ബുക്കും കാര്യങ്ങളും, കുട്ടികൾക്കുള്ള പെൻസിൽ അങ്ങനെ ഐറ്റംസ് എല്ലാം സെറ്റായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഈ ബാക്ക് ടു സ്കൂൾ സെയിൽ അല്ലാതെ തന്നെ ലുലു ഹൈപ്പറിൻ്റെ ഉള്ളിൽ ഒരു വലിയ മാങ്ങ മരം, ഓൾസോ നോൺ ആസ് മാവ്, അവർ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സംഭവം നമ്മുടെ മാംഗോ ഫെസ്റ്റ് ആണ് നടക്കുന്നത്. മെയ് 9th മുതൽ 18th വരെയാണ് ഈ ഒരു മാംഗോ ഫെസ്റ്റ് നടക്കുക. ഗൈസ്, ഒരുപാട് വെറൈറ്റി ഓഫ് മാംഗോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേര് വരെ ഉണ്ടായിരുന്നു. ദ തിങ് ഈസ്, ഇതെല്ലാം ഓരോ കിലോയ്ക്കും 69 റുപ്പീസേ വരുന്നുള്ളൂ. എസ്പെഷ്യലി ഇത് ഈ ഒരു മാംഗോ സാധനം കേട്ടോ. നമ്മൾ ഈ ഇന്ത്യൻ സ്വീറ്റ്സിന്റെയും സ്നാക്സിന്റെയും ബേക്കറി ഐറ്റംസിന്റെ ഇടയിലാണ്. ആൻഡ് ദ തിങ് ഈസ്, I can't eat any kind of sugar items because ഒരുപാട് ഞാൻ പ്ലാൻ ചെയ്ത് ഒരു ദിവസം ഷുഗർ കട്ട് നടത്താന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ I don't think I can do it because ഇവിടെ ഒരുത്തേക്ക് ഡോണറ്റ് വേണം എന്ന് പറയുന്നത്. ആൻഡ് യു നോ വാട്ട്, ഡോണറ്റ് ഇസ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്. നമ്മൾ ആക്ച്വലി ഡോണറ്റ് എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും പാരന്റ്സ് ആർ മിസ്സിങ്. അവരെ കാണാൻ പോലും ഇല്ല. എവിടെ പോയി? നമ്മളൊന്ന് ഫോളോ ചെയ്ത് നോക്കട്ടെ. യെസ്, ഇതാണ് നമ്മുടെ ആപ്പിൾ. ആപ്പിൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവര് എല്ലാവരും കണ്ടോളൂ. ഒരിക്കലും ഫ്ലേവർ പോലും മാറ്റി പിടിക്കാത്ത ഐറ്റമാണ് ഇത്. അതും എടുത്ത് നമ്മുടെ ഷാംപൂ കണ്ടീഷണർ ഒക്കെ എടുക്കണമായിരുന്നു. ഇവിടെ കുറേ നട്ട്സും കാര്യങ്ങളും ഒക്കെ കിറ്റായിട്ട് 399 കൊടുക്കുന്നുണ്ടായിരുന്നു. ബൈ 1 get 1 ഫ്രീയുടെ ഒരു ഓട്സിന്റെ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റുഡിയോയിൽ കയറി അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാനല്ല, അവിടെ നിന്ന് ഒരു മാല എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ നടന്നപ്പോൾ അവിടെ ഒരു ഫാഷൻ വീക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇതെപ്പോഴും ലുലുവിൽ വരുമ്പോഴത്തേക്കും ഫാഷൻ വീക്ക് നടക്കും കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്നത് പ്രാക്ടീസ് സെഷനായിരുന്നു. ഈ പിള്ളേരൊക്കെ നടക്കുന്നതാണ് നല്ല രസമാണ്, റാമ്പ് വാക്കൊക്കെ. അതിൽ ഞാൻ എപ്പോൾ ലുലുവിൽ വന്നാലും ഫാഷൻ വീക്കിൽ എപ്പോൾ ഞാൻ കാണുന്ന ഒരു കൊച്ചുണ്ട് കേട്ടോ. അതേ ഈ ഒരു കുഞ്ഞാണ്. ഇവനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ്റെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോയി. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഹണി ബാർബിക്യൂ ആയിരുന്നു. പിന്നെ പൊറോട്ടയും ഓർഡർ ആക്കി. ഭയങ്കര കാര്യത്തിലൊക്കെ ഇങ്ങനെ എടുത്ത് ഭയങ്കര ചൂടായിരുന്നു. എൻ്റെ കൈയൊക്കെ പൊള്ളി പോയി. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ കഴിച്ചു ഗൈസ്. പക്ഷേ സൂപ്പറെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. ഇനി കുറച്ച് നേരം നിങ്ങളെ കൊതിപ്പിക്കാം കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ ആ പീസൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ആ മയോണൈസിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വായിൽ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഉഫ്, അതിങ്ങനെ ഭയങ്കര ക്രീമി ടെക്സ്ചർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിങ്ങനെ വായിൽ വയ്ക്കുമ്പോൾ അലിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി കേട്ടോ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.